A very good morning to another. I hope you have received the notes and you copied the notes in your notebook. So, നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോസ് ആറ്റം മോഡലിൽ നിന്നാണ്. അതിനു മുമ്പ് ഞാനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നിരുന്നു. അതെല്ലാവരും പഠിച്ചു കാണുന്നു നമുക്ക് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. സോ ബേസിക്കലി നമ്മൾ ആദ്യം കണ്ടത് റുദർഫോർഡിൻ്റെ ആറ്റം മോഡലായിരുന്നു. ആറ്റം മോഡലിൻ്റെ ഫെയിലിയർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഫെയിലിയറിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോറിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ തന്നെ ബോർ അസ്യൂം ബേസിക്കലി റുദർഫോർഡ് nuclear model of the atom and try to overcome the defects of the model. നമ്മൾ കണ്ടിരുന്നു റുദർഫോർഡ് മോഡലിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ എ orbit, and while revolving they get accelerated, and finally the accelerating electrons radiate energy in the form of radiates energy, and hence ultimately they will fall into the nucleus and the atom becomes unstable. സോ ഇതാണ് ഒരു റുദർഫോർഡ് മോഡലിൻ്റെ വൺ ഓഫ് ദ ഡിഫക്റ്റ് ഇതായിരുന്നു. അത് കൂടാതെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ രണ്ടും ഓവർകം ചെയ്യുന്ന രീതിയിലാണ് ബോറിൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ മെയിനായിട്ട് രണ്ട് പോസ്റ്റ്ലേറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ബേസിക് പോസ്റ്റ്ലേറ്റ്സ്, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുന്നതാണ് an electron cannot revolve round the nucleus in all possible orbits as suggested by classical theory. Classical theory അനുസരിച്ച് ഇലക്ട്രോണിന് ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ according to Niels Bohr, the electron cannot revolve round the nucleus in all possible orbits. So electron can revolve around the nucleus only in certain allowed or permissible orbits. ഇനി അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, the angular momentum should be an integral multiple of h by 2pi. അങ്ങനെയുള്ള, അതായത് only for those orbits for which the angular momentum is an integral multiple of h by 2pi is allowed. ഇങ്ങനത്തെ ഓർബിറ്റിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് പറയാം. ഇവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.62 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. അങ്ങനെ ഒരു സ്റ്റേഷനറി ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്, ഫോർ ആൻ ഇലക്ട്രോൺ ഓഫ് മാസ് ഇവിടെ സ്മോൾ എം മൂവിങ് വിത്ത് എ സ്പീഡ് v in an orbit of radius small r, the angular momentum L equal to എന്താ m into moment of linear momentum. Linear momentum is mv. So mvr will give you the angular momentum. So but v എന്ന് പറയുന്നത് it's nothing but r into omega. Omega is the angular frequency of the electron. So substituting the value of v, we will get m into L equal to m into r square omega. So this should be equal to n times h by 2pi. ഇവിടെ n നെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയാം. So mvr should be equal to nh by 2pi. So for an electron revolving in a stationary orbit, its angular momentum is equal to nh by 2pi. This is the first postulate. Now we'll go for the second postulate. Second postulate അനുസരിച്ച് an electron takes energy. ഇപ്പോൾ ഇലക്ട്രോണിന് എനർജി കിട്ടുന്നത് only when an electron jumps from a stationary orbit to a higher orbit of higher energy to one of lower energy. അതായത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് എനർജി ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എനർജി അക്വയർ ചെയ്യണം. ഇപ്പോൾ ലോവർ എനർജിയുള്ള ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന് ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് ഗെറ്റ് എനർജി ഫ്രം സംവെയർ. ഇനി ഇലക്ട്രോൺ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ലൂസ് ദി എനർജി. അപ്പോൾ ആ എനർജി എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എനർജി എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ്റെ ഫോമിലായിരിക്കും. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എനർജി ഡിഫറൻസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ ഈസ് നത്തിങ് ബട്ട് EI minus EF by H. So
Whenever an electron makes a transition from one orbit to another, a radiation of frequency nu is emitted. The frequency of the radiation nu is equal to EI minus EF by H. So these are the two basic postulates associated with the Bose atom model. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. First postulate can be represented using the equation MER is equal to NH by 2 pi, and the second postulate is represented in terms of the equation nu is equal to EI minus EF by H. EI എന്ന് പറയുന്നത് energy of the electron in the initial state and EF എന്ന് പറയുന്ന energy of the electron in the final state. ഇവിടെ നമ്മൾ assume ചെയ്യുന്നത് EI is greater than EF എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് you can explain the Bose postulate. So next ഇതിൽ ഞാൻ എങ്ങനെയാണ് റേഡിയൈ സ്റ്റേഷനറി ഓർബിറ്റൽ റേഡിയൈ ഈ രണ്ട് പോസ്റ്റുലേറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. താങ്ക് യു.